ഹലോ. ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു വീട്ടിലെ ഒരു ഹൽദി ഡെക്കറേഷനാണ്. ഇന്നിപ്പോൾ എല്ലാ കല്യാണങ്ങൾക്കും ഉണ്ട് ഇന്നത്തെ ദിവസം ഒരു ഹൽദി പരിപാടികൾ. കല്യാണത്തിന് തൊട്ട് മുന്നേ നല്ലൊരു അടിപൊളി ഹൽദി, അതായത് എല്ലാവരും കൂടി ഒത്തുചേർന്നിട്ട് നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ്, മഞ്ഞ ഡ്രസ്സുകളൊക്കെ ആയിട്ട് ഒരു പ്രത്യേക കളർ കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ഹൽദി നടന്നു വരുന്നത്. ഹൽദിയുടെ പ്രധാന ചടങ്ങുകളായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധുരം കൊടുക്കലാണ് ഹൽദിയുടെ ഏറ്റവും അവിഭാജ്യമായിട്ടുള്ളൊരു ഘടകമായിട്ട് വരുന്നത്. ഇന്ന് ഇവരിവിടെ ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വീട്ടുമുറ്റത്ത് നല്ലൊരു പന്തലൊക്കെ ഇട്ട്, അതിൽ ലൈറ്റിൻ്റെ ഒരു പന്തലാണ് അതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. ആ ലൈറ്റിൻ്റെ പന്തലിൽ ഒരുപാട് ലൈറ്റുകളും തോരണങ്ങളും അണിയിച്ചിട്ടും പിന്നെ അതിൻ്റെ കൂടെ നല്ലൊരു സ്പെഷ്യാലിറ്റി ഒരു എൻട്രി ആയിട്ട് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സ്പെഷ്യൽ എൻട്രി എന്ന് പറയാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശിങ്കാരിമേളക്കാരുടെ കൂടെയുള്ള നല്ലൊരു അടിപൊളി എൻട്രി. വരനും വധുവും വരുന്ന സമയത്ത് ശിങ്കാരിമേളത്തിൻ്റെ അകമ്പടിയോടുകൂടെ സ്റ്റേജിലോട്ട് അവരെ ആനയിച്ച് കൊണ്ടുവരുന്നു. അത് കഴിഞ്ഞിട്ട് ശിങ്കാരമേളത്തിൻ്റെ ഒരു പാട്ട്, മേളങ്ങൾ, അങ്ങനെ ഒരു പ്രത്യേകതരം ഒരു എൻട്രിയോട് കൂടിയിട്ടാണ് അവർ ഈ ചടങ്ങ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഈ ലൈറ്റുകളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ രാത്രിയായാലും പകലായാലും നമ്മൾ ഈ ലൈറ്റുകൾ കാര്യങ്ങൾ അത് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ്. നമ്മളൊരു പന്തലിൽ ചെയ്യുന്നതിനാലും അടിപൊളിയായിട്ട് നല്ല രസകരമായിട്ട് നമുക്കിങ്ങനെ ലൈറ്റ് ഇട്ട് ആ ലൈറ്റിൻ്റെ ഉള്ളിൽ പരിപാടി നടത്താമെന്ന് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അത് കാണാനായിട്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് അടുത്തത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ മധുരം കൊടുക്കട്ടെ ചടങ്ങുകളാണ്. ഈ മധുരം കൊടുക്കട്ടെ ചടങ്ങുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വരൻ്റെയും വധുവിൻ്റെയും അവർ പരസ്പരം മധുരം കൈമാറി കഴിഞ്ഞിട്ട് അവിടെ വരുന്ന അതിഥികൾ എല്ലാവരും ബ്രൈഡിനും ഗ്രൂമിനും വരനും വധുവിനും മധുരം കൊടുക്കുന്ന ചടങ്ങാണ് ആദ്യമായിട്ട് വരുന്നത്. അതിലെന്ന് വെച്ചാൽ അച്ഛൻ, അമ്മ, പിന്നെ അവരുടെ ഫാമിലി, പിന്നെ വരുന്ന കുട്ടികൾ, നമുക്കിഷ്ടമുള്ള എല്ലാവർക്കും മധുരം കൊടുക്കാം. അതായത് അന്നത്തെ ചടങ്ങിൻ്റെ തന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് മധുരം കൊടുക്കൽ. ആളുകൾ മധുരം കൊടുക്കാൻ തന്നെയാണ് കൂടുതലായിട്ട് വരുന്നത്. ആ മധുരം കൊടുക്കലിൽ തന്നെ അവർ ചോദിക്കുന്നുണ്ട് 3 തവണ ആദ്യം ചോദിക്കും മധുരം കൊടുക്കട്ടെ, മധുരം കൊടുക്കട്ടെ, മധുരം കൊടുക്കട്ടെ. അതിൽ ഓരോ തവണ ചോദിക്കുമ്പോൾ ആദ്യം പറയും മധുരം കൊടുക്കണ്ട, പിന്നെയാണ് മധുരം കൊടുക്കട്ടെ എന്ന് പറഞ്ഞൊരു ചടങ്ങ് വരുന്നത്. തുടർന്ന് ഇവരുടെ വരൻ്റെയും വധുവിൻ്റെയും ഡാൻസ് കളിക്കാൻ അറിയുന്നവരാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ച് ഇപ്പോൾ ഇവർ നല്ല വരനും വധുവും എല്ലാവരും കൂടി നല്ല അടിപൊളി ഡാൻസൊക്കെ കളിച്ചിട്ട് നല്ലൊരു അടിപൊളി പരിപാടിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. കൂടുതലായിട്ടും മഞ്ഞ ഫ്ലവർ ഡെക്കറേഷൻസ്, മഞ്ഞ ക്ലോത്തുകൾ, അങ്ങനത്തെ ഒരു പ്രത്യേകതരം ഡെക്കറേഷൻസിലാണ് ഈ ഒരു ഹൽദി തീം കൂടുതലായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. പല കളർ കോമ്പിനേഷനിലുണ്ട് ഹൽദി. ഇപ്പോൾ നമുക്കാണെങ്കിൽ പിങ്ക് ചെയ്യാം, പിങ്ക് ഗുലാബി നൈറ്റ് എന്ന് പറയുന്നുണ്ട്, ഹൽദി ഇതെന്ന് പറയുന്നുണ്ട്, പിന്നെ ഗ്രീൻ വരുന്നുണ്ട്, പിന്നെ സംഗീത നൈറ്റ് ഉണ്ട്, മെഹന്തി നൈറ്റ് ഉണ്ട്. ഇപ്പോൾ തലേദിവസത്തെ പരിപാടികൾ ആഘോഷമാക്കാനായിട്ട് നമുക്ക് എല്ലാ തരം കളർഫുൾ പരിപാടികളുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏത് പരിപാടിയാണ് നിങ്ങൾക്ക് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺടാക്ട് ചെയ്യുക Cloud9 Events, നിങ്ങളുടെ സ്വന്തം വെഡ്ഡിങ് പാർട്ട്ണർ.